കിതാബ് വായിക്കാൻ അറിയാത്തട മണ്ടാനി എന്നിടാ ദീന് പറയാൻ വേണ്ടി വന്നത് ഇവിടെ ഫത്വയും കസറും ഇല്ലാത്ത കിതാബ് വായിക്കാൻ. അതെ, ഞാനിപ്പോ കൊണ്ടുവന്ന കിതാബിന് ഫത്വയും കസറും ഇല്ല. ഇത് വായിക്കാൻ അറിയാത്തവനിക്ക് ദീന് പറയാൻ അധികാരമുണ്ടോ? ബുഖാരിയിൽ ഖബർ സിയാറത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഏതോ ഒരു ഭാഗം മറച്ചു വെക്കുകയാണ്. ബുഖാരി സിയാറത്തിന്റെ ബാബൊന്നുമല്ല, ഏതോ ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് വായിക്കൂ എന്ന് പറയുമ്പോ ഇവരെന്നോട് പറയുന്നു, ഉസ്താദേ ഫത്വയും കസറും ഇല്ലാത്തത് വായിക്കൽ എങ്ങനെ? പിന്നെ ഞാൻ അവിടെ ഇരുത്തിട്ട് ഒരു അരമണിക്കൂർ വാത് പറഞ്ഞു. അരമണിക്കൂർ ഞാൻ പറഞ്ഞു മോനെ, എന്നാ ഞാൻ വായിക്കുന്നു നീ കേട്ടോ മോനെ. ഹദീസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോന്ന് ഞാൻ വായിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഫത്വയും കസറും ഇല്ലാത്ത കിതാബ് വായിക്കാൻ അറിയാത്തവര് അള്ളാന്റെ ദീന് പറയല്ലേ മോനെ, ദീന് തൊട്ട് കളിക്കല്ല. അത് വായിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ ദീന് പറയാൻ അധികാരമുള്ളൂ. അതിന് ദർസിൽ പോയി ഓതി പഠിക്കണം, അവിടെ ഗ്രാമർ പഠിക്കണം, അവിടെ നഹ്വ് എന്ന് പറയുന്നൊരു കിതാബുണ്ട് അവിടെ പഠിക്കണം, അൽഫിയ എന്ന് പറയുന്നൊരു കിതാബുണ്ട് അത് ഓതി പഠിക്കണം. എന്നാ മാത്രമേ ഇത് വായിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നന്നായി ഞാൻ അരമണിക്കൂർ പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ് ഇവരെന്നോട് പറയുന്നു, ഉസ്താദേ താദൂറിന്റെ റൂമിന്റെ നേരെ താഴെ വലിയ സാദാത്യങ്ങളെ 32ഓളം തങ്ങന്മാരെ മക്ബറയുണ്ട് അവിടെ. ഇവരെന്നോട് പറയാണ്, ഉസ്താദേ മക്ബറയിലേക്ക് ഒന്ന് സിയാറത്താക്കിയിട്ട് വരാം. സുബ്ഹാനല്ലാഹ്, ഞാനതാ ഇവരെ കൂട്ടി മക്ബറയിലേക്ക് പോകുന്നു. അൽ ഫാത്തിഹ ഫാത്തിഹ വിളിച്ച് കുല്ലു അല്ലാഹു ഓതുമ്പോ ഉസ്താദേ യാസീൻ എന്നെ ഓതണമെന്ന് പറഞ്ഞ് അങ്ങനെ യാസീനും ഓതി നന്നായി ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ ഖള എന്ന് പറയട്ടെ. അതാ തലതിരിഞ്ഞ ചെറുപ്പക്കാര് വെറും കിതാബൊന്ന് തുറന്ന് വായിക്കാൻ വേണ്ടി പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് ഹിദായത്ത് കിട്ടിപ്പോയി. അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തു. ഹിദായത്ത് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും കാര്യം വേണ്ടേ? ഹിദായത്ത് കൊടുത്തിനെന്തെങ്കിലും കാര്യം വേണ്ടേ? ഇവര് 5 കൈമടക്കി എനിക്ക് കിട്ടിയത് 8000 ഉറുപ്പിക 10 മിനിറ്റ് കൊണ്ട് 8000 ഉറുപ്പിക കിട്ടി. അതും കൂടി പറയണേ, ഞാൻ എനിക്ക് അക്കുന്നുണ്ടല്ലോ. 5 മിനിറ്റ് ഒരു അരമണിക്കൂർ ഇവർക്ക് ചെലവാക്കിയത് 8000 ഉറുപ്പിക കിട്ടി എനിക്ക്. കാരണം ഇവരൊക്കെ ഗൾഫുകാര് സുന്നത്തമായിട്ട് നന്നായി പറഞ്ഞു കൊടുത്ത് നന്നായി കൈമടക്കി. നോക്കൂ നിങ്ങൾ, ഈ ഫത്വയും കസറും ഇല്ലാത്ത കിതാബ് വായിക്കാൻ അറിയാത്ത എന്തിന് ദീന് പറയാൻ നിൽക്കണം? ഇതൊക്കെ വായിക്കാൻ പഠിക്കണ്ടേ? ദീന് തോന്നിവാസമാണോ? നിങ്ങൾ കണ്ടോ, ഇപ്പോ കഴിഞ്ഞ കൊല്ലം ഇപ്പം ജോലി ചെയ്യുന്ന പെർള എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ കൊല്ലം എന്റെ റൂമിലേക്ക് 4 ആള് വന്നു. 4 ആള് എന്റെ റൂമിലേക്ക് വന്നു. ഉണ്ടായ അനുഭവം നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയുന്നില്ല. 4 ആൾക്കാരും നല്ല മുട്ടോളം തുണിയെടുത്തിട്ട് നീളമായ ജുബ്ബ ഇട്ടിട്ട് വലിയ തലയെക്കെട്ടും കെട്ടിയിട്ട് ബാലിങ്ങനെ ബാക്കിൽ ചന്തിക്ക് മുട്ടുന്നു. അത്രക്കിന്റെ ബാലുണ്ട്. നമ്മ മൈക്കാലത്തെ കാലിക്കൂടെ അങ്ങനത്തെ ബാല് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ചോനെ കാലിയാർക്ക് പോലും അങ്ങനത്തെ ബാലില്ല. ഓരല്ലേ വലിയ വലിയ ആലിമീങ്ങൾ, ഓരല്ലേ അങ്ങനെ ബാല് വെക്കേണ്ട ആള്, ഓർക്ക് പോലും അങ്ങനത്തെ ബാലില്ല. ഇവർക്ക് ഭയങ്കര. ഇവര് വന്നിട്ട് എന്നോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. സംഗതി വരുമ്പോ എന്നെ മനസ്സിലായി ഏതാണെന്ന്. ഞാൻ പറഞ്ഞു. അങ്ങനെ കേറി, ഉസ്താദേ ഞങ്ങള് നിങ്ങളെ ദീനി ദഅവത്തിന്റെ പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നേന്ന്. ഞാനും ഇവര് വന്നപ്പോ ഡയറി എടുത്ത് സംഗീതം എനിക്ക് പിടുത്തം കിട്ടി. ഡയറി എടുത്തിട്ട് എപ്പോഴാ പരിപാടി? ഉസ്താദേ മറ്റന്നാ 1, 2, 3. 1 കൊടകല്, 2 കുന്താപുറത്ത്, 3 കണ്ണൂരിൽ. എനിക്ക് ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞു. ഡയറി നോക്കി നേരെ പറഞ്ഞ എനിക്ക് 3 ദിവസം 3 പരിപാടിയാണ്. അപ്പോ ഉസ്താദേ അതുകൊണ്ട് എനിക്ക് ടൈമില്ല, എനിക്ക് വരാൻ ടൈമില്ല. അല്ല ഉസ്താദേ, നമ്മൾ ദീനി ദഅവത്തിന് ഇങ്ങോ പകൽ സമയത്ത് കുറച്ചു നേരം വന്നാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, പകൽ സമയത്ത് വന്നാൽ എനിക്ക് അത് സംസാരിക്കാൻ അവസരം ഉണ്ടാവും? അല്ല ഉസ്താദ്, സംസാരിക്കാൻ വലിയ വലിയ നേതാക്കന്മാർ വരുന്നു, ഉസ്താദ് പ്രസംഗം കേൾക്കാനാണ് എന്നോട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ വരുന്നത്? സമസ്തന്റെ പ്രസിഡന്റ് വരുന്നോ? സെക്രട്ടറി വരുന്നോ? പാണക്കാട്ടതങ്ങൾ വരുന്നോ? അല്ല പിന്നെ ആര് വരുന്നു? പിന്നെ ആരാ വരുന്നു? ചെറുശ്ശേരി ഉസ്താദ് വരുന്നോ? AP ഉസ്താദ് വരുന്നോ? ഇവര് മൂട് ചുറ്റി ഇത് ചോദിക്കുമ്പോ 2 സമസ്ത ആലിമീകളും വരുന്നില്ല. നോക്കുമ്പോ ആരാ വരുന്നേ? കാഞ്ഞാറ് മൂസ മൗലവി പോലത്തെ കുറച്ച് തബ്ലീഗിന്റെ നേതാക്കന്മാരാ വരുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇവരെന്നെ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുത്തെ ഖത്തീബാണ്? ഞാൻ ഡോക്ടറാണ്. നിങ്ങളെടുത്ത ഖത്തീബാണ്? ഞാൻ എഞ്ചിനീയറാണ്. നിങ്ങളെടുത്ത ഖത്തീബ? ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഞാൻ അവരോട് കൈ നീട്ടി പറഞ്ഞു, എടോ ഞാനൊരു ഡോക്ടറിന്റെ വേഷം ഇന്ന് വരെ കെട്ടിയിട്ടില്ല. ഞാനൊരു മുത്തഅല്ലിമാണ്, മുത്തഅല്ലിമിന്റെ വേഷമേ കെട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ഡോക്ടറായിട്ട് ഞങ്ങളെ വേഷം കെട്ടിയിട്ടുണ്ട്, എഞ്ചിനീയർ ഞങ്ങളെ വേഷം കെട്ടിയിട്ടുണ്ട്, അഡ്വക്കേറ്റ് ഞങ്ങളെ വേഷം കെട്ടിയിട്ടുണ്ട്. മാനദണ്ഡ കേസ് കൊടുക്കണോ നിങ്ങളെ വീട്ടിൽ ഞങ്ങള്? കാരണം ഞങ്ങളെ വേഷം നിങ്ങൾ കട്ടതാണ്, നിങ്ങളെ വേഷം ഇന്ന് വരെ നിങ്ങൾ കെട്ടിയിട്ടില്ല. നിങ്ങൾ കണ്ടോ, ഞങ്ങളൊരു ഡോക്ടറെ വേഷം കെട്ടിയിട്ട് ആ ടെസ്റ്റ് ചെയ്യുന്ന സാധനം ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾ പോയാലോ ഇവിടെ പിടിച്ച് അറസ്റ്റ് ചെയ്യൂലേ ഞങ്ങളെ? കാരണം വ്യാജ ഡോക്ടറല്ലേ, ഞങ്ങൾക്കത് പോകാൻ അധികാരമില്ലല്ലോ. അതുപോലെ നിങ്ങൾ ഞങ്ങളെ വേഷം കെട്ടിയിട്ട് കള്ളം
കള്ളന്മാര് ഇവിടെ ഞങ്ങളെ വേഷം കെട്ടിയിരിക്കുകയാണ് എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് ഇവര് ഇറങ്ങിയിട്ട് ഒറ്റ പോക്ക, പിന്നെ പോയ വഴി കണ്ടിട്ടില്ല. എന്നാലോ നിങ്ങൾ അറിയണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനം നടന്ന മൊഗരാലിൽ വെച്ച് 2 ദിവസം കഴിയുമ്പോൾ തബ്ലീഗ് ജമാഅത്തിനെതിരെ ഞാൻ മണിക്കൂറോളം സംസാരിച്ച്. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ലോകത്ത് വളരെ വൃത്തികെട്ടൊരു വിഭാഗമാണവര്. റസൂലുള്ളാഹിനെ പറ്റി അവർ പറയാത്ത വാക്കുകളില്ല. എന്നിട്ട് പോലും അവരെ കൂട്ടത്തുനിന്ന് ഒരക്ഷരം പോലും ഞാൻ പറഞ്ഞതിനെ എതിർക്കാൻ ഒരു മോനവിടെ ഉണ്ടായില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, സുന്നത്ത് ജമാഅത്ത് ധൈര്യത്തോടെ പറയുന്നത് ആലിമീങ്ങൾ പറയാൻ പൊരുത്തം കൊണ്ടാണ്. പിന്നെ പേടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാന്റെ ദീനിന്റെ എഴുതി വെച്ച ആലിമീങ്ങളെ കിതാബ് വായിക്കാൻ അറിയാത്തവര് എന്തിനാടാ ദീനും പറഞ്ഞു നടക്കുന്നു? അള്ളാന്റെ ഭൂമി ലോകത്ത് അള്ളാഹു എല്ലാവർക്കും ഒരേ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ചിലവരെ ഡോക്ടറാക്കി, ചിലവരെ എഞ്ചിനീയർമാരാക്കി, ചിലരെ അഡ്വക്കേറ്റാക്കി, ചിലവരെ ലെക്ചറർമാരാക്കി, ചിലവരെ ഉസ്താദുമാരാക്കി. കാരണം ഇവിടെ ദീൻ നിലനിൽക്കാൻ ഉസ്താദും വേണം, ഇവിടെ ശരീരം നിലനിൽക്കാൻ ഡോക്ടർമാർ വേണം, ഇവിടെ മുസ്ലിം ജനങ്ങൾക്ക് താമസിക്കണമെങ്കിൽ വീടുണ്ടാക്കാൻ ഇവിടെ അഡ്വക്കേറ്റുമാർ വേണം, ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ ലെക്ചറർമാർ വേണം. ഇവിടെ എല്ലാവരും ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഭൂമിക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അല്ലാതെ എല്ലാവരും ദീന് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ ദീനിന് ഭൂമിക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആകെയാ ഞാൻ പറഞ്ഞു വന്നത്, റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത് 2 പരിപാടിയാണ് മദീനത്തെ പള്ളിയിൽ ഉണ്ടായത്. ഇത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഒന്ന്, റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച അഹ്മദുൽ ബദവി തങ്ങളെ മൗലൂദാണ്. അതേ റബീഉൽ അവ്വലിന്റെ 12 രാത്രി സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലൂദാണ്. ഇനി റബീഉൽ ആഖിർ മാസത്തിലേക്ക് വരട്ടെ. ഓരോന്നും പറയാൻ സമയമില്ല. റബീഉൽ ആഖിർ മാസമാകട്ടെ, അതാ റബീഉൽ ആഖിർ മാസമായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെക്കുന്നത് കണ്ടോ? റബീഉൽ ആഖിർ മാസമായാൽ റബീഉൽ ആഖിർ മാസമായാൽ ശഹ്റു റബീഉസ്സാനി, റബീഉൽ ആഖിർ മാസമായി കഴിഞ്ഞാൽ ബില്ലൈലത്തി സാനിയത്തി അശറ മിൻഹു, റബീഉൽ ആഖിർ മാസത്തിന്റെ 12 രാത്രി, റബീഉൽ ആഖിർ മാസത്തിന്റെ 12 രാത്രി മൗലിദു സയ്യിദത്തി ഫാത്തിമത്തി സഹ്റാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മൗലൂദാണ്. എവിടെ? മദീനത്തെ പള്ളിയിൽ. എപ്പോ? റബീഉൽ ആഖിർ 12 രാത്രി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മൗലൂദാണ്. എന്നാൽ വല്യൗമത്താനി അശറ മിൻഹു, അതേ റബീഉൽ ആഖിർ 12 പകല് സുബ്ഹിക്ക് രാത്രി ഒരു മൗലൂദ് വേറെ. അന്ന് പകലോ മൗലിദു ശൈഖ്. ശരിക്ക് കേട്ടോ, മദീനത്തെ പള്ളി റബീഉൽ ആഖിർ 12 പകല് മൗലിദു ശൈഖ് അബ്ദുൽ ഖാദിറിൽ കൈലാനി, മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ ലസീദ്, മഹാനവർകളെ മൗലൂദ്. അതാ ജീലാനി സ്മരണ, ശൈഖ് ജീലാനി തങ്ങളെ മൗലൂദ്. എപ്പോ? റബീഉൽ ആഖിർ 12 പകല്. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിൽ 2 പരിപാടി, റബീഉൽ ആഖിറിൽ മദീനയിൽ 2 പരിപാടി. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, വഫീ ഹാദ ശഹരി, ഈ റബീഉൽ ആഖിർ മാസത്തിലും വല്ലദീ ഖബ്ലഹു, ഇതിന്റെ മുമ്പുള്ള റബീഉൽ അവ്വൽ മാസം. അങ്ങനെ മദീനക്കാർക്ക് റബീഉൽ അവ്വൽ റബീഉൽ ആഖിർ 2 മാസം വന്നാൽ തകൂനു ഉഖൂദുൽ അൻകിഹതി ബിൽ മദീനത്തി ശരീഫത്തി അക്തറ മിൻഹാ ബിഗൈരിഹാ. റബീഉൽ ആഖിർ മാസത്തിലാണ് മദീനത്തെ ചെറുപ്പക്കാർ അധികവും മദീനത്ത് വെച്ച് കല്യാണം കഴിക്കരുത്. കാരണം 2 വലിയ പരിപാടി, ഒന്ന് റസൂലുള്ളാഹിന്റെ പരിപാടി, പിന്നെ ശൈഖ് ജീലാനി തങ്ങളുടെ പരിപാടി. ഈ 2 പരിപാടി മദീനത്തെ പള്ളിയിൽ നടക്കുന്നത് കൊണ്ട് തകൂനു ഉഖൂദുൽ അൻകിഹതി ബിൽ മദീനത്തി ശരീഫത്തി അക്തറ മിൻഹാ ബിഗൈരിഹാ. മറ്റുള്ള മാസങ്ങളിൽ കല്യാണം മങ്ങിലം നടക്കുന്നതിനേക്കാളും കൂടുതൽ മദീനക്കാർ കല്യാണം കഴിക്കുന്ന ഈ 2 മാസത്തിലാണ്. കാരണം വലിയ ശറഫുള്ള 2 മാസമാണ് ആ മാസം. ഒന്ന് റബീഉൽ അവ്വൽ, റസൂലുള്ളാഹി
റമദാന്റെ മാസം, പിന്നൊന്ന് റബീഉൽ ആഖിർ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മാസം. അങ്ങനെ 2 മാസത്തിൽ 4 പരിപാടി മദീനത്തെ പള്ളിയിൽ. ഇനി നോക്കൂ നിങ്ങൾ, ശഹ്റു ജമാദുൽ ഊല, ജമാദുൽ ഊല മാസമായി കഴിഞ്ഞാൽ യകൂനു മൗലിദു ശൈഖ് അഹ്മദ് ഇബ്നു അലവാൻ ഖദ്ദസല്ലാഹു സിർറഹു. ജമാദുൽ ഊല മാസമായാൽ ആ ജമാദുൽ ഊല മാസത്തിന്റെ ഒരു ദിവസത്തെ ഡേറ്റ് ഫിക്സ് ആയി പറയുന്നില്ല. ജമാദുൽ ഊലന്റെ ഒരു മാസത്തിന്റെ ഒരു ദിവസത്തിൽ അതാ മദീനത്തെ പള്ളിയിൽ അഹ്മദ് ബിൻ അലവാൻ തങ്ങളുടെ മൗലൂദ് നടക്കുകയാണ്. എപ്പോ ജമാദുൽ ഊല മാസത്തിന്റെ ഒരു ദിവസം വ്യക്തമായി ഇവിടെ പറയുന്നില്ല. എന്നാൽ ജമാദുൽ ഊല 21 പകല് ജമാദുൽ ഊല ശ്രദ്ധിക്കണം. ജമാദുൽ ഊല 21 പകല് മൗലിദുൽ അഖ്ദസുൽ അബർ അശ്ശൈഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി, മഹാനായ മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി തങ്ങളുടെ മൗലൂദ് ജമാദുൽ ഊല 21 പകല് മദീനത്തെ പള്ളിയിൽ വെച്ച് നടക്കുന്നു. അപ്പൊ ജമാഅത്തുൽ ഊലക്ക് 2 പരിപാടി, റബീഉൽ അവ്വൽ 2 പരിപാടി, റബീഉൽ ആഖിറിൽ 2 പരിപാടി, ജമാഅത്തുൽ ഊലയിൽ 2 പരിപാടി. ഇനി ജമാഅത്തുൽ ആഖിറിലേക്ക് വരട്ടെ. മദീനത്തെ പള്ളിയിൽ നടന്നതാ 1100 കൊല്ലക്കാലം നടന്ന പരിപാടികളാണ്. ശഹ്റു ജമാഅത്തുൽ ആഖിറ, ജമാഅത്തുൽ ആഖിറയായി കഴിഞ്ഞാൽ അതാ 18 പകല് ജമാഅത്തുൽ ആഖിർ, 18 പകല് മൗലിദ് അശ്ശൈഖ് അഹ്മദുർ റിഫാഇ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ, മഹാനായ റിഫാഇ തങ്ങളുടെ മൗലൂദാണ്. എപ്പോ ജമാഅത്തുൽ ഊല 18 പകല്. അതേ ജമാഅത്തുൽ ഉഖറയിൽ മറ്റൊരു പരിപാടി എന്താണ്? ഒന്ന് റിഫാഇ തങ്ങളുടെ മൗലൂദാണ്. പിന്നൊരു പരിപാടി എന്താണ്? വഫി ആഖിരി ഖമീസിൻ മിൻഹു ജമാഅത്തുൽ ഉഖറ, ജമാഅത്തുൽ ആഖിറിന്റെ ലാസ്റ്റ് വ്യാഴാഴ്ച, ജമാഅത്തുൽ ആഖിറിന്റെ ലാസ്റ്റത്തെ വ്യാഴാഴ്ച യദ്ഹബു കസീറും മിനന്നാസി, അതാ മദീനയിൽ നിന്ന് കുറെ ജനങ്ങൾ ഒരു യാത്ര പോവുകയാണ്. എപ്പോ ജമാഅത്തുൽ ആഖിറിന്റെ ലാസ്റ്റത്തെ വ്യാഴാഴ്ചണ്ടെന്ന് മദീനക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഒരു സിയാറത്തിന് പോകുന്നു. എവിടത്തേക്കാ? ലിസിയാറത്തി സയ്യിദി ഹംദ, ഹംദ റളിയല്ലാഹു അൻഹുവിന്റെ ഉഹുദിന്റെ രാജാവായി കിടക്കുന്ന സയ്യിദുശ് ശുഹദാ വബിഹംദത്തിൽ ഖറാരി അമിൽ മുസ്തഫ അസദില്ലാഹി വസയ്യിദി ശുഹദായി. അതാ ഉഹുദിന്റെ രണാങ്കണത്തില് ഇന്നും ഷഹീദായി രാജാവിനെ പോലെ കിടക്കുന്നു. അല്ലാഹു അവിടെ പോകാനും കാണാനും നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ മദീനയിൽ നിന്നിട്ട് ഹംദത്തുൽ ഖറാറിന്റെ മക്ബറയിലേക്ക് ജമാഅത്തുൽ ആഖിറിന്റെ എല്ലാ വ്യാഴാഴ്ചയും ജനങ്ങൾ സിയാറത്തിന് പോകുന്നു. പക്ഷേ മൈക്കാലത്ത് വെച്ചിട്ട് പന്തരപള്ളിയിലേക്ക് ജലാലൂലന്റെ സിയാറത്തിന് പോകുമ്പോൾ, കണ്ടത്തിൽ പള്ളിയിലെ മക്ബറയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉള്ളാളത്തെ ദർഗയിലേക്ക് പോകുമ്പോൾ, പലവരും അജ്മീറിലേക്ക് പോകുമ്പോൾ, അത് ശിർക്ക് 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 എന്ന് പറയുന്ന കൂരുത്തം കെട്ട വിവരമില്ലാത്തവര് കണ്ടില്ലേ? മദീനത്തെ പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് 1100 കൊല്ലം വരെ, സൗദിയിൽ സലഫിന്റെ ഭരണം വരെ, എല്ലാ വ്യാഴാഴ്ചയും അഥവാ ജമാഅത്തുൽ ഉഖറന്റെ ലാസ്റ്റ് വ്യാഴാഴ്ച ഹംദത്തുൽ ഖറാറിന്റെ സിയാറത്തിന് അവര് പോയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനൊക്കെ മഹാന്മാർ സിയാറത്തിനൊക്കെ പോയി നമ്മൾ ചെയ്യുമ്പോൾ തീർക്ക്. ഇതിന്റെ അടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന പെർളയിലേക്ക് ഒരു സലഫി പ്രസംഗിക്കാൻ വേണ്ടി വന്നു. നല്ല രസമുണ്ട്. ഓനിക്ക് ഞാൻ മറുപടി കൊടുക്കുമ്പോൾ നാട്ടുകാർ ഉസ്താദ് മറുപടി കൊടുത്താൽ ഇങ്ങ പോകണമായി പോയി, ഇങ്ങ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടുക്കാം. അങ്ങനെ എന്റെ ദർശനം പഠിക്കുന്ന ചെറിയൊരു കിടാ പോയിട്ട് മറുപടി കൊടുത്തു. ഇത്രക്കിന്റെ ഒരു കിടാ പോയിട്ട് നമ്മുടെ ബാക്കി മറല അഷ്റഫ് ഓൻ പോയിട്ട് ആ മറുപടി കൊടുത്തു. ഇത്രക്കിന്റെ മുത്താരിയും പോയിട്ട് എന്നോട് നിങ്ങൾ കൊടുത്തിട്ട് ഉസ്താദ് മര്യാദ പോയി പോകുന്നു പറഞ്ഞു നാട്ടുകാർ. എന്താ കാരണം എന്നറിയോ? ഈ ചങ്ങായി പറയാണ് എല്ലാം സോജില് ശിർക്ക്, ചായയില് ശിർക്ക്, പായസത്തിന് ശിർക്ക്, റാത്തീബിന്റെ പത്തനും കറിയില് ശിർക്ക്. അങ്ങനെ ശിർക്ക് ആയിട്ട് ഇപ്പൊ നോക്കുമ്പോ നിങ്ങൾക്ക് കഥ അറിയോ? കേരളത്തിൽ ഇറങ്ങുന്ന സിറാജ് പേപ്പറും ശിർക്ക്.
സിറാജ് പേപ്പർ ശിർക്ക് എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ചിന്തിച്ച്, ശിർക്ക് എന്നല്ല, അത് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട വിഷയല്ലേ. ഈ കുടിക്കുന്ന സൂചിയിലിടുന്ന ശിർക്ക്, സിർക്കായിരിക്കും ചിലപ്പോ നമ്മൾ കൂട്ടുന്ന സിർക്ക, ചിലപ്പോ അതായിരിക്കും സാധനം അല്ലേ. ഇങ്ങനെ നിങ്ങൾ നോക്ക്, പേപ്പറിൽ ശിർക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് പേപ്പറിന്റെ ശിർക്ക് എന്ന് പറഞ്ഞ് ചങ്ങായി കയ്യിൽ പിടിച്ച പേപ്പറിനെ ഒറ്റ ഊറ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി, എന്തപ്പോ പേപ്പറിൽ ശിർക്ക്. നോക്കുമ്പോ സംഗതി എന്തറിയോ, അജ്മീർ ടൂറിന്റെ പരസ്യം ഉണ്ടായിന്. അജ്മീർ സിയാറത്തിന്റെ പരസ്യം പേപ്പറിൽ കൊടുത്തതുണ്ട്. പേപ്പർ ശിർക്ക്. ഈ ചങ്ങായിക്ക് ശിർക്ക് എന്ന് പറഞ്ഞു. ചങ്ങായിക്ക് ഓനിക്കാണ് അള്ളാഹു തആല മൈക്കാലത്ത് പട്ടണത്തിൽ തന്നെ നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി കങ്കനാടി എന്ന് പറഞ്ഞിട്ട്. അത് ഓർക്കാണ്. പിന്നെ ആർക്കാണ് ഈ സാധനം അല്ലെ? പേപ്പറിൽ ശിർക്കുണ്ടാവും. നിങ്ങൾക്ക് അറിയുമായിരിക്കോ? ശിർക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസമായി ബന്ധപ്പെട്ട വിഷയല്ലേ. ഈ കുടിക്കുന്ന പായസത്തിൽ എന്ത് ശിർക്ക, തിന്നുന്ന പത്തൽ എന്ത് ശിർക്ക. എന്നാ നിങ്ങൾ അറിയണോ, സുല്ലത്തിനടുത്ത് പൈച്ചാറ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ സലഫികളെ കോട്ടയാണ്. മഹാനായ പൊസോട്ട് തങ്ങളെ കൊണ്ടുപോയിട്ട് ഉന്നരായ കൂറ്റമ്പാറ ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു പരിപാടി വെച്ചിട്ട് വലിയൊരു മൗലൂദ് കഴിച്ചു. വലിയൊരു മൗലൂദ് കഴിച്ചിട്ട് ഞങ്ങൾ ചീരണി കൊടുത്തു. 2000-ലധികം പൊതി അവിടെ ഞങ്ങൾ ചീരണിന്റെ പൊതി ഉണ്ടാക്കുന്നല്ല, പത്തലും നല്ല കറി, പോത്തിന്റെ കറിയും. പക്ഷേ 1000 വരുന്ന ആൾക്കാരെ സരസിലുണ്ടായിട്ടുള്ളൂ. ചുറ്റുഭാഗത്തുണ്ടായ സലഫികൾ 3-4 ഘട്ട കൊണ്ടുപോയത്. ഇന്നും എന്റെ ലാപ്ടോപ്പിൽ ഞാൻ ഫോട്ടോ പിടിച്ചു വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. ഇവർക്ക് മൗലൂദ് ശിർക്കും പത്തല് ഹലാലും, മൗലൂദ് ശിർക്കും പത്തലും ചീരണിയൊക്കെ ഹലാലും. അള്ളാഹു ഈ കള്ളന്മാരിന് നമ്മളെ കാകട്ടെ, ഇവരെ അള്ളാഹു സമുദായത്തിനെ കാകട്ടെ. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പളക്ക കേട്ടിട്ട് ഓരോ ബേക്കെന്ന് പോയിരുന്ന മുസ്ലിമെ പോയിരുന്ന ഈമാനില്ലാണ്ട് അവസാനം മരിക്കേണ്ട ഗതികേട് വരും. അള്ളാഹു കാകട്ടെ. ഇനി തീർന്നില്ല. നമ്മളിപ്പോ മദീനത്തെ പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത്. നമ്മള് കണ്ടത്തര പള്ളിന്റെ പരിപാടിയിലല്ല ഇപ്പൊ ഉള്ളത്, മദീനത്തെ പരിപാടിയാ. ഇനി നോക്കൂ, അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു സിയാറത്തിന് പോയിട്ട് പിന്നെ അടുക്കെത്തി റജബ് മാസത്തിൽ. ഇപ്പൊ റജബാണ്. ഈ റജബ് മാസത്തിലെത്തിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനത്തെ പള്ളിയിൽ റജബ് മാസമായി കഴിഞ്ഞാൽ 1100 കൊല്ലം വരെ ഞാൻ എന്തിനാണ് കിതാബ് എല്ലാ വേദികളിലും കൊണ്ടുപോയി വായിക്കുന്നത്? ഇവിടത്തെ മൈക്കാളത്തുള്ള സലഫികളൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മദീനത്തെ പള്ളിയിൽ ഒന്നുമില്ല, മൗലൂദുമില്ല, റാത്തീബുമില്ല, ദിക്റുമില്ല. പിന്നെ മൈക്കാലത്തേക്ക് ഏടുന്ന് കിട്ടിയെന്നാ ചോദിക്കുന്നത്. സംഗതിയോ ഉള്ളതിനെ ഇവർ ഇല്ലാണ്ടാക്കിയിട്ടാ ഇപ്പൊ വാദിക്കുന്നു. പക്ഷെ ഇല്ലാണ്ടാക്കിയെന്ന ഈ കിതാബിൽ എഴുതി വെച്ചപ്പോ ഈ കിതാബ് ഇപ്പൊ മംനുവാണ്, പാടില്ലാത്തതുമാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി റജബ് മാസം 1-2 കാര്യം മാത്രം ഈ വിഷയം നിർത്തുകയാണ്. റജബ് മാസം നിങ്ങൾ കണ്ടില്ലേ, ഈ അവ്വലി ജുമുഅത്തിൻ മിൻഹു, ആ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മദീനത്തെ പള്ളി, റജബ് മാസത്തിന്റെ ഫസ്റ്റത്തെ വെള്ളിയാഴ്ച യകൂനു മൗലിദു ശൈഖ് ബദ്റുദ്ദീനുൽ ആദിലി, മഹാനായ ബദ്റുദ്ദീനുൽ ആദിലി തങ്ങൾ, ബഹുമാനപ്പെട്ട ബദ്റുദ്ദീനുൽ ആദിലി തങ്ങളെ മൗലൂദാണ്. എവിടെ? മദീനത്തെ പള്ളിയിൽ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച. എന്നാലോ വഫിൽ ലൈലത്തി സാനിയതി അശറ, അതേ റജബ് മാസത്തിന്റെ 12 രാത്രി. ശ്രദ്ധിക്കണം, ആദ്യത്തെ വെള്ളിയാഴ്ച ബദ്റുദ്ദീൻ ആദിലി തങ്ങളെ മൗലൂദാണ്. എന്നാ റജബ് മാസം 12 രാത്രി യകൂനു സിയാറത്തു സയ്യിദി ഹംസ, നേരത്തെ ജമാഅത്തുൽ ആഖിർ സിയാറത്ത് നടത്തിയില്ലേ, അതുപോലെ റജബിന്റെ 12 രാത്രി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസാണ് അതാ ഉഹുദില്. റജബ് മാസം 12 രാത്രി ഉഹദിൽ ഹംസ റളിയല്ലാഹുവിന്റെ സിയാറത്താണ്. അങ്ങനെ മദീനത്തെ പള്ളിയിൽ നിന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവരങ്ങ് ഘോഷയാത്രയായി സന്തൽ മരണികയായിട്ട് അതാ ചാതയായിട്ട് അങ്ങ് ഉഹദിലേക്ക് പോകുന്നു. പോകുമ്പോഴോ അവരെങ്ങനെയാ പോകല്? വഹിയ ജംഇയ്യത്തുൻ അദീമത്തും മഅദൂദത്തും മശൂറ, ആ ഉഹുദിന്റെ ഉറൂസിന് പോകുന്ന ജനങ്ങള് ജംഇയ്യത്തുൻ അദീമ, വല്ലാത്തൊരു സമ്മേളനമാണത്. മഅദൂദത്തും മശ്ഹൂറ, എണ്ണിത്തീർക്കാൻ കഴിയാത്ത ലോകപ്രസിദ്ധമായൊരു സമ്മേളനമാണ്. റജബ് മാസം 12 രാത്രി ഉഹുദിൽ നടക്കുന്ന വലിയ ഉറൂസ്. എന്നാലോ മദീന, മദീനക്കാര് മൊത്തം വന്നവിടെ ഉണ്ടാകും. എവിടെ? ഉഹുദിലുണ്ടാകും. എന്നാൽ നിങ്ങൾ കേട്ടോ, നമ്മുടെ ഉള്ളാളത്തും
ബന്ദറിലും ഇവിടൊക്കെ ഉറൂസൊക്കെ നടക്കുമ്പോ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഉറൂസ് നടക്കുമ്പോ ചെറിയ ചെറിയ പീടി കണ്ടില്ല, ചെറിയ ഐസ്ക്രീമിന്റെ ഒരു കട വേറെ, അപ്പുറത്തെ ബുക്കന്റെ പീടി ഒന്ന് വേറെ, അല്ലെ? ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പീടി കണ്ടിട്ടില്ലേ? എന്നാൽ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ സുന്നികൾ നടത്തുന്ന ഉറൂസിന് മാത്രമല്ല തെളിവ്, സുന്നികളെ നടത്തുന്ന ഉറൂസിന്റെ സൈഡിലുള്ള ചെറിയ ചെറിയ പെട്ടിക്കടയില്ലേ, ആ ചെറിയ പീടിക്ക് പോലും തെളിവ് ഞാൻ വായിക്കട്ടെ. ഉഹുദിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസ് നടക്കുമ്പോൾ വയകൂനു ഹുനാക സൂഖുൽ ലതീഫ് വയകൂനു ഹുനാക സൂഖുൽ ലതീഫ്. ഉഹുദിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസ് നടക്കുമ്പോൾ അതിന്റെ ചുറ്റുഭാഗത്തും ചെറിയ ചെറിയ പീടികകൾ ഉണ്ടായിരുന്നു. സുന്നികളോട് കളിക്കണ്ട, ഉറൂസിന് തെളിവാ ഇത്തരം കേട്ടു, ഇനിയിപ്പോ പീടിന്റെ തെളിവാ പറയാൻ വേണ്ടി പോന്നേ. ഇതുവരെ ഉറൂസിന്റെ തെളിവാ പറഞ്ഞത്, ഇനി ഉറൂസിന് റോഡ് സൈഡിൽ വെക്കുന്ന പീടിന്റെ തെളിവാ പറയാൻ വേണ്ടി പോകുന്നു. ഹംസ റളിയല്ലാഹുവിന്റെ ഉറൂസ് ഉഹുദിൽ നടക്കുമ്പോൾ അവിടെ ചെറിയ ചെറിയ പീടികകൾ ചുറ്റുഭാഗത്തുണ്ടായിരുന്നു. ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് വതകൂനു ഇൻദല്ലരീഹി തിലാവത്തുൽ ഖുർആനിൽ കരീമി ഇൻദസ്സബാ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസിന്റെ അന്ന് മക്ബറയിലേക്ക് ജനങ്ങൾ പോയിട്ട് നേരം വെളുക്കുന്നത് വരെ അവിടെ ഖുർആൻ ഓതുന്നു. വയുഖ്രിഉൽ മൗലിദ ശരീഫ്. ഹംസ റളിയല്ലാഹു അൻഹു മഖ്ബറന്റെ ചുറ്റുഭാഗത്ത് മൗലൂദ് ഓതുന്നു. ഫി മവാദിഅ മുതഅദ്ദിദ. ഒരു സ്ഥലത്ത് മാത്രമല്ല, വേറെ വേറെ സ്ഥലത്ത് വെവ്വേറെ മൗലൂദ് നടക്കുന്നു. എപ്പോഴാ? റജബ് 12 രാത്രി ഹംസ റളിയല്ലാഹു അൻഹു ഉറൂസ് നടക്കുകയാണ്. നേരം വെളുക്കുന്നത് വരെ പരിപാടിയാണ്. ഇനി കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയം നിർത്തുകയാണ്. ഒബിൽ ജുംലത്തി, മൊത്തത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുകൊണ്ട് മഹാനവറുകൾ പറയുന്നു. ഒബിൽ ജുംലത്തി, മൊത്തത്തിൽ പറഞ്ഞാൽ ഫൈനാദിഹിൽ ജംഇയ്യത, ഇതുവരെ നടന്ന ഈ വലിയ പരിപാടികളുണ്ടല്ലോ മദീനത്തെ പള്ളിയിൽ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഊല, ജുമാദുൽ ആഖിർ, റജബ്, 5 മാസത്തിൽ നടന്ന വലിയ വലിയ പരിപാടികൾ. ലാ നദീറ ലഹാ ഫിൽ മദീനത്തുൽ മുനവ്വറ, മദീനത്തുൽ മുനവ്വറയിൽ ഇതിന് തുല്യമായ വേറെ പരിപാടി ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ കണ്ടില്ലേ, മദീനയിൽ പോയാൽ കാണാം പരിസരത്ത് മസ്ജിദുൽ ഖുബാ ഉണ്ട്, മസ്ജിദ് സയ്യിദ് അബൂബക്കർ ഉണ്ട്, മസ്ജിദ് ഉമർ ഉണ്ട്, മസ്ജിദ് അലി ഉണ്ട്. ഇങ്ങനെ ചുറ്റുഭാഗത്ത് കുറെ പള്ളികൾ കാണാം. റജബ് മാസം 16 ഉണ്ടെന്ന്, അഥവാ ഇന്ന് രാത്രി റജബ് മാസം 16 ഉണ്ടെന്ന് രാത്രി മൗലിദ്, അവിടെ മൗലിദ് ഓതപ്പെടുകയാണ്. എവിടെ? മസ്ജിദ് സയ്യിദ്ന അലി ഇബ്നു അബീ ത്വാലിബ്. തൊട്ടപ്പുറത്ത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ പള്ളി കാണാം. ആ പള്ളിയിൽ വെച്ചിട്ട് റജബ് 16 ഉണ്ടെന്ന് രാത്രി, 16 ഉണ്ടെന്ന് രാത്രി അവിടെ മൗലൂദ് നടന്നിരുന്നു. 27 രാത്രി, അഥവാ വരുന്ന ഈ ബുധനാഴ്ച അല്ല, പിന്നത്തെ ബുധനാഴ്ച അസ്തമിച്ച വ്യാഴാഴ്ച രാത്രി, അതാ റജബ് 27 രാത്രി. വഹിയ ലൈലത്തുൽ മിറാജ്, അത് മിറാജിന്റെ രാത്രിയാണ്. അന്ന് മദീനത്തെ പള്ളിയിൽ ഗംഭീരമായ മൗലൂദുകളാണ്. ഇനി ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. നമ്മുടെ നാട്ടിലെ സുന്നി പള്ളികളിൽ അതാ റമദാൻ 27 ആയാൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തസ്ബീഹ് നിസ്കാരം, പിന്നെ കൂട്ടുപ്രാർത്ഥന, അല്ലേ? കണ്ടത്തെ പള്ളി നടക്കാറില്ലേ? നേരം വെളുക്കുന്നവരെ ചിലപ്പോൾ ചില പള്ളികൾ കൂട്ടുപ്രാർത്ഥന നടക്കാറുണ്ട്. പക്ഷെ അന്ന് സലഫി മാരിവിൽ തന്നെ കടന്നുറങ്ങുകയാണ്. എന്റെ 27 എല്ലാവരും ദുആ നടത്തുമ്പോ സലഫി എന്നും മഗ്രിബിൽ തന്നെ കടന്നുറങ്ങുകയാണ്. എന്നാൽ കണ്ടത്തെ പള്ളിയിൽ നടക്കുന്ന റജബ് 27 എന്നുള്ള കൂട്ടുപ്രാർത്ഥന അതെവിടെ നിന്ന് വന്നതാണ് കേട്ടോ മോനെ? മദീനത്തെ പള്ളിയിലതോ 2 തറാവീഹ് നടക്കുകയാണ്. ഇന്നും മദീനത്തെ പള്ളിയിൽ പോയാൽ കാണാം റസൂലുള്ളാഹിക്ക് സലാം പറയാൻ വേണ്ടി പോകുന്ന ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ 2 മിഹ്റാബ് കാണാം. ഒന്ന് ഷാഫികൾക്കുള്ള മിഹ്റാബായിരുന്നു, മറ്റൊന്ന് ഹനഫികൾക്കുള്ള മിഹ്റാബായിരുന്നു. അതാ ഈ കിതാബിൽ പറയുന്നത് 2 മിഹ്റാബിൽ 2 ഇമാമികൾ നിൽക്കുകയാണ്. ഒന്ന് ഷാഫി മദ്ഹബിന്റെ ഇമാമ്, മറ്റൊന്ന് ഹനഫി മദ്ഹബിന്റെ ഇമാമ്. 2 ഇമാമ് നിന്നിട്ട് 2 ജമാഅത്ത് നടക്കൂ. 2 കൂട്ടർ ഖത്തം ഓതിട്ടാണ് തറാബീഹ് നിസ്കരിക്കാറ്. ഷാഫി മദ്ഹബിന്റെ ഇമാമിന്റെ ഖത്തം 27 തീരുകയാണ്. 27 ഷാഫിന്റെ ഖത്തം തീരുകയാണ്. 29 ഹനഫിന്റെ ഖത്തം തീരുകയാണ്. അതാ ഷാഫിന്റെ ഖത്തം തീരുന്ന 27-ാമത്തെ ദിവസോ
സുബ്ഹാനല്ലാഹ് 27 ഷാപ്പിന്റെ കത്തം തീരുമ്പോൾ അന്ന് നേരം വെളുക്കുന്നത് വരെ അതാ ഷാഫികൾക്കുള്ള കൂട്ടുപ്രാർത്ഥനയാണ്. 29 ഹനഫികൾക്കുള്ള കത്തം തീരുന്ന ദിവസമാണ്. 29 തറാവിയിൽ ഹനഫിന്റെ കത്തം തീർന്നാൽ അന്ന് നേരം വെളുക്കുന്നത് വരെ മദീനത്തെ പള്ളിയിൽ കൂട്ടുപ്രാർത്ഥനയാണ്. അപ്പൊ 27 29 മദീനത്തെ പള്ളിയിൽ കൂട്ടുപ്രാർത്ഥന നടത്തിയിരുന്നു. ഇമാമിങ്ങളെല്ലാം അവിടുത്തെ കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ, അതീ മദീനയിൽ അതുമില്ല ഇതുമില്ലെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കബളിപ്പിക്കുകയല്ലേ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി അവര് പറയുന്നത് വിശ്വസിക്കല്ലേ? ഇനി ഒന്നും കൂടി ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയാണ്. ഇവിടത്തെ സലഫികൾ മറ്റൊന്ന് പറയുന്നു. അവിടെ ബന്ദറിൽ പോയാൽ ജലാലുമൂലന്റെ മക്ബറയുണ്ട്, ഇവിടെ കണ്ടത്ത് പള്ളിയിൽ കുറെ മക്ബറയുണ്ട്, ഉള്ളാളത്ത് കുറെ ദർഗയുണ്ട്. ഇവിടെ കേരളത്തിലും കർണാടകയിലും കുറെ മക്ബറ കെട്ടിപ്പൊക്കിയത് കാണാം. എന്നാൽ മദീനയിൽ പോയാൽ മദീനയിലെ ഏറ്റവും വലിയ ഖബർസ്ഥാനിയാകുന്ന ജന്നത്തുൽ ബഖീ, ആ ജന്നത്തുൽ ബഖീയിൽ ഒരൊറ്റ മക്ബറയുമില്ലല്ലോ. ഇന്ന് പോയവർക്ക് കാണാം ജന്നത്തുൽ ബഖീയിൽ ഒറ്റ മക്ബറയും കാണുന്നില്ല. ഇപ്പോൾ വിദ്യാർത്ഥികാര് പറയാണ് മദീനയിലെ ജന്നത്തുൽ ബഖീയാകുന്ന ഖബർസ്ഥാനിൽ ഒറ്റ മക്ബറയില്ലല്ലോ. എന്നാൽ നമ്മളെ കേരളത്തിലെ തല കെട്ടിപ്പൊക്കിയ മക്ബറയാണ്. എന്നാൽ നിങ്ങൾ അറിയണോ, 1146 ഭരണം ഏറ്റെടുത്ത അതേ സലഫി ഭരണമില്ലേ, ആ സലഫികള് ആദ്യമായി കേറിയത് ജന്നത്തുൽ ബഖീയിലേക്കാണ്. എന്നിട്ട് 1145 മുതൽ അതേ 1245 1345 200 കൊല്ലക്കാലം കഷ്ടപ്പെട്ടിട്ട് അതാ ജന്നത്തുൽ ബഖീന്റെ സകല മക്ബറകളും തച്ചുപൊളിച്ചു. അൽ ബദീഉൽ ഗർഖദ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, കിതാബ് എന്റെ കയ്യിലുണ്ട്. അതിൽ പഴയ ജന്നത്തുൽ ബഖീന്റെ മക്ബറിന്റെ ഫോട്ടോ കാണാം, ഇന്നത്തെ ജന്നത്തുൽ ബഖീന്റെ മക്ബറയും കാണാം. ഒക്കെ നിരപ്പാക്കിയിട്ടായി ഇന്ന് കാണുന്നു. പണ്ടത്തെ ജന്നത്തുൽ ബഖീൽ അതാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ മക്ബറ, ഉസ്മാൻ ബിൻ മദൂൻ തങ്ങളുടെ മക്ബറ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ മക്ബറ, അവിടുത്തെ മക്കളുടെ മക്ബറ, 10,000 സ്വഹാബത്തിന്റെ മക്ബറ, അതേ വലിയ വലിയ കുപ്പകളും മക്ബറകളും ജന്നത്തുൽ ബഖീൽ ഉണ്ടായിരുന്നു. അതൊക്കെ സാലഫികള് അതേ ഈ 300 കൊല്ലത്തിനിടക്ക് തച്ചു പൊളിച്ചതാണ്. എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് പറയും മദീനയിൽ മക്ബറയില്ല. പറയട്ടെ, നിങ്ങൾ തച്ചു പൊളിച്ചിട്ടത് ഇല്ലെന്ന് പറയുമ്പോ അതൊക്കെ വായിലിങ്ങനെ മുതിങ്ങിട്ട് കേൾക്കാൻ ഇവിടത്തെ സുന്നികള് വിഡ്ഢികളല്ല. ചരിത്രം കിതാബ് എഴുതി വെക്കുന്നുണ്ട്, മക്ബറകളെ തച്ചു പൊളിച്ചതാണ്. ഇനി വാല് കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഉമ്മമാരെ, നമ്മളെ മക്കള് പുതിയ പുതിയ വാദങ്ങളുമായി നമ്മളെ പുരയിലേക്ക് വരുമ്പോ നമ്മൾ പണ്ടത്തെ ആ സുന്നത്ത് ജമാഅത്ത് അത് വിട്ടുപോകല്ലേ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും പഠിപ്പിച്ച ആശയം എന്താണോ അത് മുഴുവനും ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിക്കുന്നവരാകണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അല്ലാഹ് ആ റൗദന്റെ അകത്ത് റസൂലുള്ളാഹിന്റെ കൂടെ കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ. കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോയ സമയത്ത് ഞാനതാ മദീനയിലെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, മുഅ്മിനീങ്ങളെ, മദീനത്തെ പള്ളി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. 10 ദിവസം മദീനത്തെ പള്ളി ഞാൻ ഇരിക്കുമ്പോഴും റൗദന്റെ നേരെ ഇപ്പുറത്തെ വലിയൊരു കുന്തം, ആ കുന്തത്തിലേക്ക് ചാരിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നു. കുന്തത്തിലേക്ക് ചാരി ഒരാളിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അയാളെ പല ആൾക്കാരും വരുന്നു, കൈ ഇങ്ങനെ പിടിച്ചു മുത്തുന്നു. മുഖം 14
രാത്രിയിലുള്ള നിലാവിനെ പോലെ കത്തിപ്രകാശിക്കുന്ന മുഖമാണ്. പാവപ്പെട്ട എനിക്ക് അവിടത്തേക്ക് അടുക്കാൻ പേടിയാകുന്നു. അവസാനം നാട്ടിലേക്ക് വരാനാകുന്ന സമയത്ത് മെല്ലെ പോയി ഞങ്ങളങ്ങ് കൈപിടിച്ചു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇയാൾ പറയുന്നത്, ഞാൻ അഫ്ഗാനിയാണ്, ഞാൻ ഒരു തങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളതാ അതേ റസൂലുള്ളാന്റെ പേരക്കുട്ടിയല്ലേ, പുള്ളിയല്ലേ, തങ്ങളല്ലേ, ഞങ്ങളെ കാര്യമൊന്ന് റസൂലുള്ളാനോട് നിങ്ങ പറയണം, ഞങ്ങളെ വിഷമൊന്ന് റസൂലുള്ളാനോട് പറയണോ. അപ്പോഴാണ് ഇയാൾ എന്നോട് പറയുന്നു, മോനെ ഞമ്മക്ക് റസൂലുള്ളാനോട് പറയാൻ കഴിയില്ല, തൊട്ടടക്ക് സിദ്ദീഖ് തങ്ങൾ കിടക്കുന്നുണ്ട്, നമുക്ക് സിദ്ദീഖ് തങ്ങളോട് പറയാം. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞിട്ട് സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാനോട് പറഞ്ഞാല് പിന്നെ അത് തട്ടിക്കളയുകയില്ല. ഇതങ്ങ് കേട്ടപ്പോ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. ഞാനതുവരെ ചിന്തിക്കാത്തൊരു വിഷയമാണ് പറയുന്നത്. അവിടെ അതാ റസൂലുള്ളാന്റെ കൂടെ കിടക്കുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടെ കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി അവിടെ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതാ വിശദീകരിക്കുന്നു, അള്ളാന്റെ ഹബീബിന്റെ വഫാത്തായി കിടക്കുന്ന സ്ഥലത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുട്ടുകുത്തി അവിടെ ഇരിക്കുകയാണ്. എന്നിട്ടോ ഫകശഫ അൻ വജ്ഹിഹി, റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ തുണി അങ്ങ് നീക്കി. എന്നിട്ടോ ഫഖബ്ബല വജ്ഹഹു, വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചുംബിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചുംബിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടോ ഈ ഹദീസിന്റെ മറ്റൊരു ഭാഗം മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യാഉൽ ഉലൂമുദ്ദീനിലും അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിലും എഴുതി വെച്ചത് കാണാം. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി കിടക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിക്കുന്നു, യാ നബി അല്ലാഹ്, ഓ നബിയേ. വിളിച്ചുകൊണ്ട് വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, ഉദ്കുർനാ ഇൻദ റബ്ബിക യാ നബി അല്ലാഹ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, നാളെ റസൂലുള്ളാഹിന്റെ പിന്നാലെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് വഫാത്തായ റസൂലുള്ളാഹിനെ കിടക്കുമ്പോ പറയുന്നത്, ഉദ്കുർനാ ഇൻദ റബ്ബിക യാ നബി അല്ലാഹ്. ഓ നബിയേ, അങ്ങ് തങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് പോയാലും പാവപ്പെട്ട ഞങ്ങളെ മറക്കല്ലേ നബിയേ, ഞങ്ങളെ ഓർക്കണേ നബിയേ. ഇമാം ഗസാലി തങ്ങൾ ഇഹ്യയിൽ എഴുതി വെക്കുകയാണ്. ഗസാലി ഇമാമിന്റെ മുക്കാശഫത്തിന്റെ അവസാന ഭാഗത്ത് എഴുതി വെച്ചത് കാണാം. അപ്പൊ സിദ്ദീഖുൽ അക്ബർ വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട്, ഞങ്ങളെ മറക്കല്ലേ നബിയേ, മുത്തുനബിയോട് സങ്കടം പറഞ്ഞില്ലേ. വഫാത്തായ മഹാന്മാരോട് സങ്കടം പറയാമെന്നല്ലേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പഠിപ്പിക്കുന്നത്. പോരാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ടില്ലേ, മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തിനോടെടുക്കുന്ന സമയത്ത് സഹാബത്തിനെ വിളിക്കുന്നു. മുഅ്മിനീങ്ങളെ, സഹാബത്തിനെ വിളിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തതിന്റെ ശേഷം നിങ്ങൾ എന്റെ മയ്യത്തിനെ റസൂലുള്ളാഹിന്റെ റൗദന്റെ വാതിക്കൽ കൊണ്ടുവെക്കണം. വാതിക്കൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ റൗദന്റെ അകത്തേക്ക് പോകണം. റൗദന്റെ ഉള്ളിൽ പോയിട്ട് വഫാത്തായി 2.5 കൊല്ലം കഴിഞ്ഞ റസൂലുള്ളാഹ് റൗദന്റെ ഉള്ളിൽ കിടക്കുകയല്ലേ, എന്റെ മയ്യത്തിനെ പുറത്ത് വെച്ചിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് കയറണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട്, അസ്സലാമു അലൈക യാ നബി അല്ലാഹ്,
2.5 കൊല്ലം മുമ്പ് വഫാത്തായ റസൂലുള്ളാഹിക്ക് സലാം പറയണം. എന്നിട്ട് നിങ്ങൾ നബി തങ്ങളോട് പറയണം, അബൂബക്കറും ഫിൽ ബാബ്, സിദ്ദീഖ് തങ്ങളെ ജനാസ വാതിക്കലുണ്ട് നബിയെ എന്ന് പറയണോ. അങ്ങനെ പറഞ്ഞിട്ട് റൗദന്റെ ഉള്ളിന്ന് റസൂലുള്ള മറുപടി തന്നാൽ മാത്രമേ എന്റെ ജനാസ, എന്റെ മയ്യത്ത് അവിടെ വെക്കാൻ പാടുള്ളൂ. ഈ സംഭവം ആരാ പറയുന്നത്? മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തഫ്സീറുൽ കബീറിന്റെ 19-ാം വാല്യം സൂറത്തു അൽ കഹ്ഫ് വിശദീകരിക്കുന്ന സ്ഥലത്ത് കാണാം, വമിൻ കറാമാത്തി സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കറാമത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ലോക പ്രശസ്ത പണ്ഡിതനായ അതേ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ വിശദീകരിക്കുന്നു. അതാ സിദ്ദീഖ് തങ്ങൾ വഫാത്താവുകയാണ്. വഫാത്തായ സിദ്ദീഖ് തങ്ങളെ ജനാസ കൊണ്ടുപോകുന്നു ജനങ്ങൾ. അതാ സഹാബത്ത് കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ റൗദന്റെ പുറത്ത് മയ്യത്ത് വെക്കുകയാണ്. എന്നിട്ട് സഹാബത്ത് വിളിക്കുന്നു, അസ്സലാമു അലൈക യാ നബിയല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ട് എന്താ പറയുന്നത്? അബൂബക്കറും ബിൽ ബാബ്, സ്വഹാബത്ത് വഫാത്തായ റസൂലുള്ളാഹിനെ വിളിക്കുന്നു. ഉമ്മമാരെ, വഫാത്തായ റസൂലുള്ളാഹിനെ സ്വഹാബത്ത് വിളിച്ചിട്ട് പറയുന്നു, അബൂബക്കറും ബിൽ ബാബ്, സിദ്ദീഖ് ജനങ്ങളെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മയ്യത്ത് അവിടെ വാതിക്കലുണ്ട് നബിയേ. സ്വഹാബത്ത് റസൂലുള്ളാഹിനെ വിളിച്ചപ്പോ റൗദന്റെ ഉള്ളിൽ നിന്ന് മറുപടി കേൾക്കുകയാണ്. റൗദന്റെ ഉള്ളിൽ നിന്ന് ഉത്തരം പറയുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബായ സിദ്ദീഖ് തങ്ങളെ, ഹബീബായ എന്നിലേക്ക് ഇങ്ങോട്ട് കടക്കൂ. സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസയെ മയ്യത്തിനെ ഇങ്ങോട്ട് കടക്കൂ. വഫാത്തിന്റെ ശേഷം എന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് റസൂലുള്ളാഹിനെ വിളിക്കണമെന്ന് പറയുന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. വിളിക്കുന്നത് സ്വഹാബത്താണ്. ആ വിളി റസൂലുള്ള കേൾക്കുകയാണ്. അരേ റസൂലുള്ളാഹി തങ്ങൾ വിളി കേൾക്കുകയാണ്. മുഅ്മിനീങ്ങളെ, കേട്ട റസൂലുള്ളാഹി തങ്ങൾ അതാ ഉത്തരം പറയുന്നു. മുത്തുനബിനെ വിളിക്കൽ തെറ്റാണെന്നോ, മുത്തുനബിനെ വിളിക്കൽ ശിർക്കാണെന്നോ അത് സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിലുണ്ടായില്ല. മുഅ്മിനീങ്ങളെ, ഒന്നും കൂടി ഞാൻ പറയട്ടെ, അങ്ങനെ മഹാന്മാരെ സ്വഹാബത്ത് വിളിച്ചിരുന്നു. പോരാ പോരാ, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് തല കാണിച്ച് മന്ത്രിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരകുട്ടികളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനിക്ക് ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്ന് ദിക്ർ പറഞ്ഞിട്ട് അതേ മന്ത്രിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ മന്ത്രത്തെ സംബന്ധിച്ച മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിന്റെ 1-ാം വാല്യത്തിൽ റസൂലുള്ളാഹി തങ്ങൾ മന്ത്രിച്ച വാക്കിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അതാ മന്ത്രം നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് വെള്ളം മന്ത്രിച്ച് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ നൂല് വാങ്ങി മന്ത്രിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സുന്നികൾ പറയുമ്പോഴാണ് അതാ ഇവിടുത്തെ സലഫികൾ പറയും, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരാളെ കയ്യിൽ അതാ തന്റെ മക്കളെ കയ്യിൽ അല്ലെങ്കിൽ തന്റെ ഭാര്യന്റെ കയ്യില് ഇവിടെ ഒരു നൂല് കണ്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ശിർക്കിന്റെ കൂടാരമാണോ ആ നൂല്, ശിർക്കിന്റെ കൂടാരമാണോ, അത് വലിച്ചെറിയണോ, അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ട. സഹാബത്തായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞില്ലേ എന്ന് കാണാം. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അൽ-ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ എഴുതി വെച്ചത് കാണാം. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ എതിർത്ത നൂല് ഏതാണ്? അത് ജാഹിലിയ കാലഘട്ടത്ത് മറ്റു മതക്കാരിൽ നിന്നുണ്ടാക്കിയ നൂലിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തോ മന്ത്രിച്ച നൂലിനെ കുറിച്ചല്ല പറഞ്ഞത്. അത് ശിർക്കിന്റെ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞതാണ്. ജാഹിലിയ കാലത്തുള്ള മന്ത്രം മന്ത്രിച്ചു കെട്ടിയതിനെ പറ്റി പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട അൽ-ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ എഴുതി വെച്ചത് കാണാം. ആകയാൽ മന്ത്രങ്ങളും നൂലുകളുമൊക്കെ അതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. ഓരോന്നും വിശദീകരിച്ചാൽ നേരം വെളുക്കും പറയാൻ സമയമില്ല. ഞാൻ പറയട്ടെ, ഇനി ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നമ്മുടെ
കർണാടകയിൽ ഒരു ആരോപണമുണ്ട്, തങ്ങന്മാരെന്ന് പറയുന്ന സംഗതി ലോകത്തില്ല, തങ്ങന്മാരെന്ന് പറയുന്നൊരു വിഭാഗം ഇല്ല. അത് റസൂലുള്ളാഹിന്റെ കാലത്ത്, അതാ റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായ 2 മക്കളായ ഹസൻ ഹുസൈൻ തങ്ങള് കർബല യുദ്ധത്തിലൂടെ തങ്ങന്മാര് നശിഞ്ഞുപോയി. ഇനി തങ്ങന്മാര് ഇല്ല എന്ന ഒരു ആരോപണം ഇവിടെ വഹാബികൾ ആരോപിക്കുന്നത് കാണാം. ഞാൻ അവരോട് പറയട്ടെ, ഈ ആരോപണത്തിലേക്ക് മറുപടിയായി പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയിട്ടുണ്ട്. ഏതാണ്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ആയത്തിറങ്ങിയത് എപ്പോഴാണെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ആൺമക്കളും മരണപ്പെട്ടുപോയി. ചരിത്രം നന്നായി പഠിക്കണം. എല്ലാ ആൺമക്കളും മരണപ്പെട്ടുപോയി. അവസാനം ഇബ്രാഹിം എന്ന റസൂലുള്ളാഹിന്റെ മകനായ ഇബ്രാഹിം എന്ന കുട്ടിയും മരണപ്പെട്ടുപോയി. അങ്ങനെ റസൂലുള്ളാഹിന്റെ എല്ലാ മക്കളും ആൺമക്കളും മുഴുവൻ മരണപ്പെട്ടപ്പോൾ മദീനക്കാർ റസൂലുള്ളാഹിനെ കളിയാക്കി. എന്താ കളിയാക്കിയത്? അബ്തർ, അബ്തർ, അബ്തർ. റസൂലുള്ളാഹിനെ കളിയാക്കിയതാണ് അബ്തർ എന്ന് പറഞ്ഞാൽ ആൺമക്കളെ ഭാഗ്യമില്ലാത്ത ആള്, ആൺമക്കളെ ഭാഗ്യമില്ലാത്ത ആള് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ കളിയാക്കിയപ്പോ അല്ലാഹു പരിശുദ്ധ ഖുർആനിലായത്തിറക്കി, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഓ നബിയേ, ഇന്നാ അഅ്തൈനാക, തീർച്ചയായും തങ്ങൾക്ക് ഞങ്ങൾ നൽകിയിരിക്കുന്നു നബിയേ, അൽ കൗസറ, പെരുത്തും മക്കളെ തന്നിരിക്കുകയാണ് നബിയേ. ഈ ഒരു സൂറത്തിന് 20 ചില്ലാനം വ്യാഖ്യാനങ്ങളുണ്ട്. അത് റാസിമാമ് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണ്. അതിന്റെ ബാഹ്യമായ അർത്ഥം ഹൗദുൽ കൗസർ തന്നു എന്നാണ്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരർത്ഥമാണ് അല്ലാഹു തങ്ങൾക്ക് മക്കളെ തന്നിരിക്കുകയാണ്. ആയത്ത് വിശദീകരിച്ചുകൊണ്ട് റാസിമാമ് പറഞ്ഞു, അല്ലാഹു തങ്ങൾക്ക് മക്കളെ തന്നു എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ആ തങ്ങന്മാരെ അല്ലാഹു നിലനിർത്തുന്നതാണ്. ആ തങ്ങന്മാരെ കൂട്ടത്തിൽ വലിയ വലിയ ആലിമീങ്ങളായ വലിയ സമുദ്രം പോലോത്ത വലിയ തങ്ങന്മാരാ കൂട്ടത്തിലുണ്ടാകും. ഖിയാമത്ത് നാൾ വരെ അതിവിടെ നിലനിൽക്കുന്നതാണ്. ഇതാരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിന്റെ 32ാമത്തെ വാല്യത്തിൽ ഇന്നായത്തീനാക്കന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഇനി നിങ്ങൾ കണ്ടോ, സുബ്ഹാനല്ലാഹ്, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവാഹിഖുൽ മുഹ്രിഖയിൽ തങ്ങന്മാരെ കുറിച്ച് നന്നായി വിശദീകരിച്ചത് കാണാം. ഇവിടെ ഖിയാമത്ത് നാൾ വരെ തങ്ങന്മാരുണ്ടാകും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആഖിർ സമാൻ എടുക്കുമ്പോ മഹ്ദി ഇമാം വരാനുണ്ട്. ഈ മഹ്ദി ഇമാം ആരാണ്? മഹ്ദി ഇമാം ഒരു തങ്ങളാണ്. എന്നാ മഹ്ദി ഇമാം വരുന്നത് എങ്ങനെ? ഈസാ നബി അലൈഹിസ്സലാം ആകാശം ഇറങ്ങി വരുന്നത് പോലെ മഹ്ദി ഇമാം ഇറങ്ങി വരല്ല. മഹ്ദി ഇമാം അങ്ങനെ ഇറങ്ങി വരുന്നതല്ല. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുപക്ഷെ ഇവിടുത്തെ സലഫി പറഞ്ഞേക്കാം, എന്താണ്? മഹ്ദി ഇമാം ഈസാ നബി ഇറങ്ങി വരുന്നത് പോലെ മഹ്ദി ഇമാമും ഇറങ്ങി വരുന്നതാണ്, മഹ്ദി ഇമാമും ഇറങ്ങി വരുന്നതാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ അസ്തവായിഖുൽ മുഹ്രിഖിൽ ഉണ്ടല്ലോ എന്ന് സലഫികൾ പറഞ്ഞേക്കാം. ഞാൻ പറയട്ടെ, ഇബ്നു ഹജർ തങ്ങൾ അസ്തവായിഖുൽ മുഹ്രിഖിൽ അങ്ങനെ ഇല്ല. അത് ഷിയാക്കളാകുന്ന ഇറാനികള് ഇബ്നു ഹജർ തങ്ങളെ കിതാബിൽ കടത്തിക്കൂട്ടിയതാണ്. ഇബ്നു ഹജർ തങ്ങളെ കിതാബിൽ അങ്ങനെ ഇല്ല. അത് ഷിയാക്കള് കടത്തിക്കൂട്ടിയതാണ്. ഒരു തങ്ങന്മാരെ പവർ മനസ്സിലാക്കാൻ വേണ്ടി ഷിയാക്കളെ കടത്തിക്കൂട്ടിയതാണ്. അരെ, ഇബ്നു ഹജർ തങ്ങൾ എഴുതിയ കിതാബില് മഹ്ദി ഇമാം ഇറങ്ങി വരുമെന്ന് ഇല്ല. പിന്നെ മഹ്ദി ഇമാം വരലെങ്ങനെയാണ്? മഹ്ദി ഇമാം ഒരു ഉമ്മയിലൂടെ ഒരു ബാപ്പയിലൂടെ ജനിക്കലാണ്. അങ്ങനെ ഒരു ഉപ്പയിലൂടെ ഒരു ഉമ്മയിലൂടെ ഒരു തങ്ങൾ ഇവിടെ ജനിക്കണമെങ്കിൽ ആ തങ്ങൾക്ക് ജന്മം നൽകാൻ ഒരു ഉപ്പ ഇവിടെ ആവശ്യമില്ലേ? ഒരു തങ്ങൾ ഇവിടെ ആവശ്യമില്ലേ? അപ്പൊ ഖിയാമത്ത് നാൾ വരെ മഹ്ദി ഇമാമിന്റെ ജനനം വരെ ലോകത്ത് തങ്ങന്മാരുണ്ടാകുമെന്ന വിഷയത്തിൽ അതാ തർക്കമില്ല. ഇമാമീങ്ങൾ അവരെ കിതാബിൽ എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇന്നാഴ്ത്തീനാക്ക നായത്ത് നിങ്ങൾ മുമ്പ് ഞാൻ ഓതിയില്ലേ, ഇനി അതിന്റെ മറ്റൊരർത്ഥം നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. റാസിമാം പറഞ്ഞ ഒരു അർത്ഥമാണ് ആ അർത്ഥം. എന്നാൽ അല്ലാമ ഇബ്നു കസീർ, ഇവിടുത്തെ സലഫി പണ്ഡിതനായ ഇബ്നു തൈമിന്റെ ശിഷ്യനായ ഇബ്നു കസീർ എഴുതി വെച്ച മറ്റൊരർത്ഥം ഞാൻ ആയത്തിന് പറയട്ടെ. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഓ നബിയേ, അല്ലാഹു തങ്ങൾക്ക് ഔദുൽ കൗസർ തന്നിരിക്കുകയാണ് നബിയേ. നാളെ മുഅ്മിനീങ്ങൾക്ക് കോരിവാരി കൊടുക്കുന്ന ഔദുൽ കൗസർ അല്ലാഹു തങ്ങൾക്ക് തന്നിരിക്കുകയാണ് നബിയേ. ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, ചെറുപ്പക്കാര് നന്നായി ശ്രദ്ധിക്കണം. ഞാനൊരു പ്രത്യേക വിഷയമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബിയേ തങ്ങൾക്ക് അല്ലാഹു ഔദുൽ കൗസർ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നബിയേ ഫസല്ലി ലിറബ്ബിക, ആ ചെയ്ത അനുഗ്രഹത്തിലേക്ക് നന്ദിയായിട്ട് 2 റക്അത്ത് തന്റെ റബ്ബിലേക്ക് നിസ്കരിക്കൂ നബിയേ. എങ്ങനെ നിസ്കരിക്കണം നബിയെ, എങ്ങനെ നിസ്കരിക്കണം? വൻഹർ, വൻഹർ. ഇബ്നു കസീറിന്റെ അർത്ഥം ഞാൻ പറയട്ടെ. വൻഹർ ഐ യദൽ യുംന, വലത്തെ കൈനെ വെക്കൂ, അലാ യദിൽ യുസ്റ, ഇടത്തെ കൈയിന്റെ മേലെ വെക്കൂ. എവിടെ? തഹ്തൻ നഹിരി, നെഞ്ചിന്റെ താഴെ വെക്കൂ. പരിശുദ്ധ ഖുർആനാ പറയുന്നത്. വൻഹറിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ തഫ്സീറിൽ പറയാണ്, അതേ നിന്റെ വലത് കൈ കൊണ്ട് ഇടത് കൈയിനെ പിടിച്ചിട്ട് നെഞ്ചിന്റെ താഴെ വെക്കൂ. ലോകത്ത് 4 മദ്ഹബ് കാണാം. 4 മദ്ഹബിന്റെ ഇമാമികളും പറഞ്ഞത് ഒന്ന് മാത്രമാണ്, നെഞ്ചിന്റെ താഴെയാട്. നെഞ്ചിന്റെ മീതെ കൈകെട്ടണമെന്ന് ലോകത്തൊരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. 4 മദ്ഹബിന്റെ ഇമാമികളും അത് പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്ന നെഞ്ചിന്റെ താഴെയാണെന്നാണ്. എന്നാൽ നെഞ്ചിന്റെ താഴെ എവിടെ? ഷാഫി മദ്ഹബ് പറയുന്നു പൊക്കിളിന്റെ മീതെ, നെഞ്ചിന്റെ താഴെ. ഹനഫിയത്തോ പൊക്കിളിന്റെ താഴെ, മറ്റു മദ്ഹബ് ഇതിനേക്കാളും താഴെ. ഏതായാലും നെഞ്ചിന്റെ താഴെ അതെവിടെ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ചർച്ച കാണാം. എന്നാൽ നെഞ്ചിന്റെ മീതെ കൈകെട്ടുന്ന വിഷയം ലോകത്തൊരു ഇമാമും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ ട്രാൻസ്ഫർ കമ്പത്തിന് കാണാം ഡേഞ്ചർ എന്ന്. അതുപോലെ സലഫിന്റെ കെട്ടലും ഡേഞ്ചർ അല്ലേ? ഒരു ഡേഞ്ചറിന്റെ കെട്ടലല്ലേ മുഅ്മിനീങ്ങളെ? ട്രാൻസ്ഫറിൽ കാണുന്നില്ലേ നിങ്ങൾ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈമുട്ടി പല്ലിളിക്കുന്നത് കണ്ടിട്ടില്ലേ? മോനെ നീയും ഇങ്ങനെ കെട്ടിയാ നാളെ റബ്ബിന്റെ കോടതിയിൽ അതുപോലെ പല്ലിളിക്കേണ്ടി വരും മോനെ, നിനക്ക് രക്ഷയില്ല. നെഞ്ചിന്റെ കൈമീതെ കൈ കെട്ടുന്ന വിഷയത്തിൽ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും സലഫിക്കാര് വാല് കേൾക്കുന്നുണ്ടോ? എന്നാൽ അവര് പറയും, മുസ്ലിയാരെ നിങ്ങളെ ഷറുൽ മുഅത്തബിലില്ലേ, നബി ഇമാമിന്റെ ഷറുൽ മുഅത്തബിലില്ലേ? എന്താ ഉള്ളത്? എന്നില്ലേ? അഥവാ വലത്തെ കൈയിനെ ഇടത്തെ കൈയിന്റെ മേലെ പിടിച്ചിട്ട് നെഞ്ചിന്റെ മേലെ കെട്ടണമെന്ന് ഷറുൽ മുഅത്തബിലില്ലേ? മോനെ ഷറുൽ മുഅത്തബ് അർത്ഥം വെച്ച് വായിച്ച് പഠിക്കണോ? എന്താണ് അതിൽ പറയുന്നത്? ഷറുൽ മുഅത്തബ് നബി ഇമാം അതാ കൈ ഇവിടെ വെക്കണ്ടേ? കൈ വെക്കേണ്ടത് നെഞ്ചിന്റെ താഴെ വെക്കണം. ആര് പറയുന്നു? ലോകത്തെ 2ാം ശാഫിഈ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നബവി ഇമാമ അതാ പറയും നെഞ്ചിന്റെ താഴെ വെക്കണം. എന്നിട്ട് നെഞ്ചിന്റെ താഴെ വെക്കണം എന്നതിന് തെളിവ് പറയുന്നത് എന്താണ്? കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വലത്തെ കൈയിനെ വെക്കണോ, അലൽ യുസ്റ ഇടത്തെ കൈയിന്റെ മേലെ വെക്കണോ, അല നഹരി നെഞ്ചിന്റെ മേലെ വെക്കണോ? എന്നാൽ നെഞ്ചിന്റെ മേലെ വെക്കണം എന്ന് പറഞ്ഞ ഹദീസാണ്. നബവി ഇമാം നെഞ്ചിന്റെ താഴെ വെക്കണം എന്ന് എനിക്ക് തെളിവ് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കിക്കോ, അവിടെയുള്ള അലൻ നെഹ്റു നെഞ്ചിന്റെ മേലെ എന്ന ആലാക്ക് അവിടെ മേലെ എന്നർത്ഥം ഇല്ല. ആലാക്ക് മേലെ എന്നർത്ഥം അവിടെ ഇല്ല. ഇതാരാ പറയുന്നത്? 2ാം ശാഫിയായ ഇമാം നവവി. അല്ലാഹ് അവരെ ബർക്കത്തുകൊണ്ട് നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പുതിയ പുതിയ ആശയങ്ങൾ കേട്ടിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തല്ല. ഇനി വിശുദ്ധ റമദാന് വരാനിരിക്കുന്നു.
അപ്പോഴാണ് മറ്റൊരു ഹാലളകരു സുബ്ഹാനല്ലാഹ് തറാവി 8 എന്ന് പറഞ്ഞൊരു കൂട്ടര് 8 കാര്യം മഗ്രിബിന്റെ പറകെ വീട്ടിന്റെ നിസ്കാരപ്പായിലിരുന്നിട്ട് നഫീസത്തുമാരെയും മുഹിയുദ്ദീമാരെയും പാടിയ ഒരു കാലമുണ്ട്. ആ പഴയ ഉമ്മമാരിലേക്ക് മടങ്ങി സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആശയാദർശങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഞാനിപ്പോൾ നവയിമാമിനെ കുറിച്ച് പേര് പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ നവയിമാമിന്റെ ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. കഴിയുമെങ്കിൽ ഒന്ന് വന്ന് എന്റെ മുമ്പിലൊന്ന് നിന്നാല് നമ്മൾ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ലേ, ഒന്ന് കൈപിടിച്ചിട്ട് പിരിയാമല്ലോ. ദുആ കഴിയാതെ പോകരുത്. നമുക്ക് ദുആ വളരെ മർമ്മപ്രധാനമാണ്. എല്ലാവരും വന്ന് 2 മിനിറ്റ് എന്റെ മുമ്പിൽ ഇങ്ങോട്ട് നോക്കൂ. അല്ലാഹു നമ്മുടെ സരസ് ദുആക്ക് ഇജാബത്തുള്ള സരസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഇവിടെ കൊല്ലം ജില്ലയിൽ നിന്ന് വലിയൊരു തങ്ങൾ വരികയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദൂരത്തുനിന്ന് എത്രയോ 600-700 കിലോമീറ്റർ അകലെ നമ്മുടെ സാദാത്യങ്ങൾ വരുമ്പോൾ സദസ്സ് ഭംഗിയാക്കി കൊടുക്കണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളറിയില്ലേ, നവയിമാമിന്റെ ശർഹുൽ മുഅദ്ദബ് എന്ന് പറയുന്ന കിതാബ് എത്ര 24 വാല്യമുള്ള ഗ്രന്ഥമാണ്. എത്രയാണ് ഇമാം എഴുതിവെച്ച കിതാബ്. എന്നാൽ കേവലം 40 കൊല്ലം മാത്രം ജീവിച്ച മഹാനാണ് നബവി ഇമാം. ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ട എനിക്ക് 38 വയസ്സ് കഴിഞ്ഞ് 39ാമത്തെ വയസ്സാണ്. എനിക്ക് ഒറ്റ കിതാബ് എഴുതാൻ കഴിഞ്ഞോ? ഈ വയസ്സുകാലത്ത് എന്തെങ്കിലും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞോ? നമ്മൾ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? 30-40 വയസ്സിൽ ആയിരക്കണക്കിന് കിതാബ് എഴുതിയ മഹാനാണ്. സുന്നത്ത് ജമാഅത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ റബ്ബിന്റെ ദീനങ്ങ് തുറന്നു പറഞ്ഞ മഹാനാണ് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ നബി ഇമാം തുറന്നങ്ങ് ദീന് പറയുമ്പോൾ അക്കാലഘട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് നവയിമാമിനെ കണ്ടുകൂടാ. എങ്ങനെയെങ്കിലും നവയിമാമിനെ അവിടുന്ന് പുറത്താക്കണം. അപ്പോഴാണ് നവയിമാമിനെ പുറത്താക്കാൻ വേണ്ടി രാജ്യം ഭരിക്കുന്ന രാജാവ് തന്റെ ഭരണകൂടത്തോട് വിളിച്ചു പറയാണ്, നവവി എന്ന പണ്ഡിതനിക്ക് ശമ്പളം കൊടുക്കാൻ നോക്കി കഴിയുന്നില്ല. അല്ലാഹുവിന്റെ ദീന് ഹഖായി അങ്ങ് തുറന്ന് പറയുന്നു. അവസാനം അതാ വലിയൊരു ചർച്ച നടക്കുകയാണ്, വലിയൊരു ചർച്ചാവേദി നടക്കുകയാണ്. ആ ചർച്ചയിലേക്ക് നവയിമാമിനെ ക്ഷണിക്കുകയാണ്. അതാ നവയിമാം എന്നിട്ട് രാജാവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തോ ചർച്ച വന്നപ്പോൾ രാജാവെന്ന് നോക്കാതെ നവയിമാം സുന്നത്ത് ജമാഅത്ത് അങ്ങ് തുറന്നു പറഞ്ഞു. അള്ളാന്റെ ദീന് വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതെ നവയിമാം അങ്ങ് തുറന്നങ്ങ് പറഞ്ഞപ്പോൾ നവയിമാം പറഞ്ഞ സുന്നത്ത് ജമാഅത്ത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. രാജാവ് എന്ത് ചെയ്യുന്നറിയോ? രാജാവിരുന്ന കസാരയിൽ എഴുന്നേറ്റ് നവയിമാമിന്റെ മുമ്പിലേക്ക് അതാ കൈ ഇങ്ങനെ നീട്ടുകയാണ്. എന്തിനാ കൈ നീട്ടുന്നു? നവയിമാമനെ അടിക്കാൻ വേണ്ടി കൈ നീട്ടുകയാണ്. എന്തിനാണ് അടിക്കുന്നത്? സുന്നത്ത് ജമാഅത്ത് ഹഖായി പറഞ്ഞതിന്റെ പേരിലാണ്, വേറൊരു തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതിന്റെ പേരിലല്ല. നവയിമാം എന്ത് ചെയ്യുന്നറിയോ? രാജാവ് കസാരം എഴുന്നേറ്റ് നവയിമാമിന്റെ മുമ്പിലേക്ക് കൈയങ്ങ് നീട്ടുമ്പോൾ രാജാവിരിക്കുന്ന രാജകസാലയുണ്ട് അവിടെ. ആ രാജാക്കന്മാരിരിക്കലെങ്ങനെ? ഇന്നും മൈസൂരിലേക്ക് പോയാൽ ടിപ്പുവിന്റെ മക്ബറയിലേക്ക് പോയാൽ കാണാം, മക്ബറിന്റെ മുകളിൽ പിരിച്ച തുണിയിൽ പുലിയുടെ കരടിയുടെ ഫോട്ടോ കാണാം. അതാ രാജാക്കന്മാരുടെ ധീരതയിൽ മേലറിയിക്കുന്ന ഒന്നാണത്. ടിപ്പുവിലെ രാജാവും ധീരനുമായിരുന്നില്ലേ? ആ ധീരത അറിയിക്കുന്ന തുണിയാണ് അവിടെ കാണുന്നത്. എന്നതുപോലെ രാജാവിരിക്കുന്ന കസാലയിലെ തുണി, ആ കസാലയ്ക്ക് പിരിച്ച തുണിയിൽ ഒരു പുലിക്കുട്ടിയുടെ ഫോട്ടോ കാണുന്നു, കാട്ടിലുള്ള പുലിക്കുട്ടിയുടെ ഫോട്ടോ കാണുന്നു. നവയിമാമിന്റെ മുമ്പിലേക്ക് രാജാവ് എടുത്തിട്ട് കൈ ഇങ്ങനെ ഓങ്ങുമ്പോ നവയിമാമ കസാലയിലേക്ക് ഇങ്ങനെ ചൂണ്ടുകയാണ്. അവിടെ കാണുന്ന പുലിയുടെ ഫോട്ടോയിലേക്ക് ഇങ്ങനെ ചൂണ്ടിട്ട് നവയിമാമ പുലിയുടെ ഫോട്ടോത്തോട് പറയുന്നു, കൊമ്പ് ഇതിനില്ല, എഴുന്നേൽക്ക് പുലിക്കുട്ടി, എഴുന്നേൽക്കടാ, എഴുന്നേൽക്ക്. കസാലയിലുള്ള തുണിയുടെ ഫോട്ടോയിൽ നിന്നിട്ട് പുലിക്കുട്ടി വരച്ച തുള്ളലാണ് രാജാവിന്റെ മുമ്പിലേക്ക്. സുബ്ഹാനല്ലാഹ്, രാജാവ് പേടിച്ച് നാട് വിട്ടുപോയി.
നോക്കൂ നിങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഹക്കായി തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഭരണകൂടം അടിക്കാൻ വേണ്ടി കയ്യോകുമ്പോ അല്ലാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് ആ മഹാന്മാരെ സഹായിച്ചില്ലേ? തുണിയുടെ ഫോട്ടോ നോക്കിയിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി പറയുമ്പോ എഴുന്നേൽപ്പിച്ച നേതാവാണ് മഹാനായ ഇമാം നബവി. അവരൊക്കെ കടക്കേണ്ട സ്വർഗത്തിൽ കടക്കേണ്ടവരല്ല നമ്മള്. അവര് നിസ്കരിച്ചതുപോലെ, അവര് കൈകെട്ടിയതുപോലെ, അവര് കുനൂത്തോതിയതുപോലെ, അവര് 20 റക്അത്ത് നിസ്കരിച്ചത് തറാവി നിസ്കരിച്ചതുപോലെ, അവര് ജാതേ നിസ്കാരം കഴിഞ്ഞ് കൈനീട്ടി കൂട്ടുപ്രാർത്ഥന നടത്തിയതുപോലെ ആ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നല്ലവരായി ജീവിക്കണമെന്ന് എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സരസ്വനെ കബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. മദീനയിലേക്ക് ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. 2 കൈയും പൊക്കി പിടിച്ച് നല്ല മനസ്സോടെ ആമീൻ പറയൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار يا الله. സ്റ്റേജിലുള്ളവർ, സദസ്സിലുള്ളവർ, അപ്പുറത്തുള്ള ഉമ്മമാര്, പങ്ങന്മാര്, ഈ പാതിരാ സമയത്ത് നിന്റെ ദീന് പറഞ്ഞ സദസ്സിൽ വെച്ചുകൊണ്ട് പാപികളായി ഞങ്ങൾ നിന്നിലേക്ക് കൈനീട്ടുന്നു അല്ലാഹ്. ഞങ്ങളെ കൈകളെ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ കബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, പാവപ്പെട്ട ഞങ്ങളുടെ ഖൽബിനെ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. ഖൽബിന്റെ കറകളൊക്കെ നീക്കിത്തരണം അല്ലാഹ്. നല്ല പാല് പോലോത്ത വെളുത്ത ഖൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. ായ്മെത്തിയ പെൺകുട്ടികളുണ്ട് റഹ്മാനെ, ഞങ്ങളെ സരസിലും നാട്ടിലും വീട്ടിലുമുണ്ട് അല്ലാഹ്. ഖൈറായ പുതിയ ആപ്പിളമാരെ നൽകണേ അല്ലാഹ്. ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തായ ഭാര്യമാരെ നൽകണം റഹ്മാനെ. പൊരയില്ലാത്തവർക്ക് പൊര നൽകണം അല്ലാഹ്. പൊരന്റെ പണി തുടങ്ങിയവരുണ്ട്, പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. റബ്ബേ, ഏതെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ സ്റ്റേജിലും സദസ്സിലും അപ്പുറത്തെ ഉമ്മമാരെ കൂട്ടത്തിലും ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരിലുമുണ്ട് റഹ്മാനെ. അല്ലാഹ്, നീ രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങൾ എത്രയോ കുടുംബക്കാരി മംഗലാപുരം ഹോസ്പിറ്റൽ കഴിയുന്ന ക്യാൻസറും ട്യൂമറും പിടിപ്പെട്ട് ഹാർട്ടിന് ബ്ലോക്കായി കിഡ്നി ഫെയിൽഡായി ഡയാലിസിസ് നടത്തുന്ന, കിഡ്നിയിലും മൂത്രാശയത്തിലും പിത്തകോശത്തിലും കല്ലായി ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൂടിയിട്ട് അതുപോലെ ശരീരം മൊത്തം നൊമ്പലമായി കിടക്കുന്നവരുണ്ട് റഹ്മാനെ. ഈ സരസിന്റെ ബഹുമാനം കൊണ്ട് ഇവിടെ പറഞ്ഞ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് രോഗം തരല്ല അല്ലാഹ്, ഞങ്ങൾക്ക് സബർ ഇല്ല അല്ലാഹ്. സബർ കുറഞ്ഞവരാണ് റഹ്മാനെ, നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, പങ്ങന്മാര്, ഭാര്യ മക്കള്, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര് പലവരും രോഗികളാണ് അല്ലാഹ്. നീ ശിഫ നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹ്, ഞങ്ങൾ ഇന്ന് പലവരും മൗത്തായി പോയിട്ടുണ്ട് റഹ്മാനെ. പാവപ്പെട്ട എന്റെ വാപ്പ, ഉസ്താദിന്റെ ഉമ്മ, അതുപോലെ ഞങ്ങളെ പലവരും മരണപ്പെട്ടു പോയവരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വേദന വരുമ്പോൾ എന്റെ ഡ്രൈവറിന്റെ മൂത്താപ്പ ഇപ്പൊ മരണപ്പെട്ടു പോകുന്ന വഴിയിൽ ആ വീട്ടിലേക്ക് ഇപ്പോൾ കയറണം. അങ്ങനെ പലവരും മരണപ്പെട്ടു പോയി. അല്ലാഹ്, നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഈ പള്ളി വളപ്പിൽ മരിച്ചു കിടക്കുന്നവരുണ്ട്, നീ മാഫ് ചെയ്യണം അല്ലാഹ്. ഖബർ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത ഒരു ആഗ്രഹമുണ്ട്. വല്യരായ ഉസ്താദ് വന്ന ഉടനെ പറഞ്ഞു, ഹജ്ജിന് വേണ്ടി എനിക്കും ഭാര്യയ്ക്കും ദുആ ചെയ്യണം. അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജിന് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഉംറക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്.
അതിന്റെ വഴികളൊക്കെ നീ എളുപ്പമാക്കി തരണം റഹ്മാനേ, അതിന്റെ വഴികളൊക്കെ നീ എളുപ്പമാക്കി തരണം റഹ്മാനേ. അല്ലാ, ഞങ്ങൾ പാതിരാ രാത്രി പോലും വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. 1 മണിക്കും 2 മണിക്കും 2:30 മണിക്കും ഞങ്ങൾ നടുറോട്ടിലാണ്, വണ്ടിയിലാണ്. അല്ലാ, നിന്റെ കാവലല്ലാതെ ഞങ്ങൾക്ക് കാവലില്ല റഹ്മാനേ. നീ ഞങ്ങളെ അപകടത്തിൽ പെടുത്തല്ലോ അല്ലാ. നിന്റെ കാവൽ നൽകണം റഹ്മാനേ, നിന്റെ കാവൽ നൽകണം റഹ്മാനേ. ചിന്നിച്ചിതറിയ മയ്യത്തുകളാക്കല്ല അല്ലാ, പോസ്റ്റ്മോർട്ടത്തിന് വിരികൂട്ടല്ല അല്ലാ, മോർച്ചറിൽ കിടക്കുന്ന ഒരവസ്ഥ നീ എത്തിക്കല്ല റഹ്മാനേ. ഞങ്ങൾക്ക് നല്ല മരണം നല്ല ഒരു സ്ഥലത്ത് വെച്ച് നീ തരണം അല്ലാ. മരണത്തിന്റെ സമയം എത്തും മുമ്പ് ഞങ്ങൾക്ക് അറിയിച്ചു തരണം റഹ്മാനേ. എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് യാത്ര പറഞ്ഞ് ഓതോടുത്ത് ഖിബിലക്ക് മുന്നിട്ട് കടന്നിട്ട് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ചിരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ, ഭാഗ്യം നൽകണം റഹ്മാനേ. ഞങ്ങളൊക്കെ മരിച്ചിട്ട് ഇങ്ങനെ കടക്കുമ്പോ ഞങ്ങളെ ചങ്ങായിമാർ ഞങ്ങളെ മയ്യത്ത് കാണാൻ വേണ്ടി വരും. അവരൊക്കെ ഞങ്ങളെ മയ്യത്തുകൾ നോക്കുമ്പോ കണ്ടോർക്ക് മുഴുവനും ഞങ്ങളെ മയ്യത്ത് കാണുമ്പോൾ നീ സന്തോഷം നൽകണേ റഹ്മാനേ. ആ നിനക്ക് ചിരിച്ചു കിടക്കുന്ന മയ്യത്തുകളാക്കണം അല്ലാഹ്, ചിരിച്ചു കിടക്കുന്ന മയ്യത്തുകളാക്കണം റഹ്മാനേ. അല്ലാഹ്, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഹിസാബ് എളുപ്പമാക്കണം അല്ലാഹ്. ഔദുൽ കൗസർ നൽകണമല്ലാ, അർശിന്റെ തണൽ നൽകണമല്ലാ. നിന്റെ ലിഖാഇനെ നീ കാണിക്കണം റഹ്മാനേ. അപ്പുറത്തെ കുറെ ഉമ്മമാരിയ്ക്കുന്നുണ്ട്, അവർക്ക് പലതും ദുആ ചെയ്യാൻ പറയാനുണ്ട്. പക്ഷേ അവരെ മനസ്സ് നിനക്കറിയാമല്ലാ. നീ അവരെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും മനസ്സിലാക്കി ഓരോ എല്ലാ ബേജാറും തീർത്തു കൊടുക്കണം റഹ്മാനേ. ഇപ്പോൾ ആണുങ്ങളെ ഇപ്പുറത്ത്, അവിടെ ഒരു പിരി കെട്ടി തുണി കെട്ടി പെണ്ണുങ്ങൾ അപ്പുറത്ത്, കാരണം അപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് കാണാൻ പറ്റൂല. എന്നാൽ ആ പിരികളെല്ലാം അയച്ചിട്ട് ഒന്നിച്ച് ഒരുമിച്ച് കൂടാൻ പറ്റിയൊരു സ്ഥലമുണ്ട് റബ്ബേ, അത് നിന്റെ സ്വർഗമാണ് അല്ലാ. അവിടെ മറയില്ല റബ്ബേ, അവിടെ വിരിയില്ല റബ്ബേ. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി, ആണ് പെണ്ണ് ചെറുത് വലുത്, അവിടെ മറയില്ലാത്ത സ്വർഗത്തില്, വിരിയില്ലാത്ത സ്വർഗത്തില്, കാണൽ ഹറാമെന്നില്ലാത്ത സ്വർഗത്തില് ഞങ്ങൾ നീ സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. സന്തോഷത്തോടെ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. പൈസ വാങ്ങലില്ലല്ലോ, കൈ തരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കൈ പിടിച്ച് പിരിയാ ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി